പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെവരെയും വളരെ വിനീതമായി പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസികൾ അന്യോന്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പാർട്ട് 2. വിശ്വാസികൾ പരസ്പരം ചേരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അന്യോന്യം ഇടർച്ച വരുത്തരുത് എന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ ഇരിക്കണമെങ്കിൽ ഒരു നല്ല വിശ്വാസി ആകേണ്ടതുണ്ട്. വിശ്വാസി ആകണമെങ്കിൽ അവൻ കൽപ്പനകളെ ആചരിക്കുന്നവനായിരിക്കണം. അതിനായി അവൻ മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും ഇരിക്കണം എന്നാണ് പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 14 അധ്യായം 21-22 വാക്യങ്ങൾ പറയുന്നത്. ഞാൻ ചെയ്യുന്നതൊക്കെയും ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ആൾ ആണ് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത് അന്യോന്യം വ്യവഹാരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. വ്യവഹാരത്തിന് കാരണമാകുന്നത് അന്യായം മൂലമാകാൻ അഥവാ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധ്യമാക്കുന്നു. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ എടുത്ത് സാക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത് അന്യോന്യം വ്രതാഭിമാനികൾ ആകരുത് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 24 മുതൽ 26 വരെയുള്ള ഭാഗത്ത് പറയുന്നു. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വ്രതാഭിമാനികൾ ആകരുത് എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുന്നു എന്ന് നമുക്ക് അറിയാം. ദൈവത്തിൽ ആശ്രയിക്കുക, അതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അടുത്തത് അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 25 വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. അന്യോന്യം ഫോഷ്ക്ക് പറയുന്നതിൽ നാം നല്ല ഒരു വിശ്വാസ സ്ഥാനത്തു നിന്നും മാറ്റപ്പെടുകയാണ്. ആയതിനാൽ ഫോഷ്ക്ക് പറയാതിരിക്കാനായി ദൈവത്തിൽ ശരണപ്പെടുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അടുത്തത് അന്യോന്യം കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത് എന്നാണ് പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കോപം പിശാചിൻ്റെ വഞ്ചനയിൽ ഉള്ളത് ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അടുത്തത് അന്യോന്യം ചതിക്കരുത്. തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ 1 ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു, അന്യോന്യം ചതിക്കരുത് എന്നാണ്. ഏത് കാര്യത്തിൽ ദുർനടപ്പിൽ മുഴുകാതിരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ഓരോരുത്തൻ ദൈവത്തെ അറിയാതെ ജാതികളെ പോലെ ആകരുത് എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. അങ്ങനെ ആയാൽ പ്രതികാരം ചെയ്യുന്നത് ദൈവമായിരിക്കും എന്നത് ഒരു വിശ്വാസി മറക്കാതിരിക്കുകയാണ് വേണ്ടത്. ആയതിനാൽ നാം പരസ്പരം ചേരുതാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നാം അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 11 കാര്യങ്ങളാണ് നാം ഇവിടെ പറഞ്ഞത്. പരസ്പരം ചേരുതാത്തത്, അതായത് അന്യോന്യം ദുഷിക്കരുത്, അന്യോന്യം വിധിക്കരുത്, അന്യോന്യം ഞെരങ്ങരുത്, യാപ്രവൃക്കരുത്, അന്യോന്യം വലിപ്പം കാണിക്കരുത്, അന്യോന്യം ഒന്നും കടപ്പെട്ടിരിക്കരുത്, അന്യോന്യം ഇടർച്ച വരുത്തരുത്, അന്യോന്യം വ്യവഹാരമുണ്ടാക്കരുത്, അന്യോന്യം വ്രതാഭിമാനികളാകരുത്, അന്യോന്യം ഫോഷ്ക്ക് പറയരുത്, അന്യോന്യം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അന്യോന്യം ചതിക്കരുത് എന്നാണ് ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നാം പരസ്പരം ഉപകരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വയം നന്നാവുകയും വിശുദ്ധിയുള്ളവരായി ജീവിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ ബാക്കിയുള്ള ആയുസ് സന്തോഷമായി ജീവിച്ച് പുനരുദ്ധാനത്തിൽ ന്യായവിധിയില്ലാതെ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുകയും നന്മ പ്രവൃത്തികൾ ചെയ്യുകയും വിശ്വാസത്തിൽ ദൈവത്തിൽ അടിയുറച്ച് ജീവിക്കുകയും കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും ഉദാശകൾ സംബന്ധിക്കുകയും
ചെയ്യണം. അപ്പോൾ നാം ദൈവവൈതലായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരോടുള്ള അസൂയ ഇല്ലാതാക്കി എന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവോ അന്ന് നമ്മൾ ഓരോരുത്തരും ദൈവ പൈതൽ ആകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നാം 3 അവഗുണങ്ങളുള്ളത് നമ്മിൽ നിന്നും അകറ്റി വെക്കണം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് മുൻകോപം. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് മുൻകോപം ഒരിക്കലും ഒരു വ്യക്തിക്കും ഒരു നല്ല വിശ്വാസിക്ക് യോഗ്യമായതല്ല. രണ്ടാമത്തത് അത്യാഗ്രഹം ഒരു വ്യക്തിക്കും ശരിയായ സംഗതി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മുൻകോപവും അത്യാഗ്രഹവും ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് ദൈവവൈതലായി ഇരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് ആണ് വെറുപ്പ്. ഈ 3 കാര്യങ്ങൾ, അതായത് മുൻകോപം, അത്യാഗ്രഹം, വെറുപ്പ്, ഈ 3 കാര്യങ്ങൾ ആരിൽ ഇല്ലാതിരിക്കുന്നുവോ അവരായിരിക്കും ദൈവപൈതൽ. അതിനുവേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.